So hello guys, Size Spikes here. അപ്പോൾ ഗൈസ് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ മൈൻക്രാഫ്റ്റ് കേവ് ലൈഫ് എപ്പിസോഡ് 3-യുമായിട്ടാണ്. അപ്പം നമ്മുടെ കേവ് ലൈഫ് എപ്പിസോഡ് 2-നും എനിക്ക് നല്ല സപ്പോർട്ട് തന്നിട്ടുണ്ടായി. അപ്പോൾ അതുകൊണ്ട് വീണ്ടും നമ്മുടെ കേവ് ലൈഫായിട്ട് ഞാൻ വരുന്നുണ്ട്. നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചെയ്ത കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി ഇതൊന്ന് ഒരു ബ്യൂട്ടിഫുൾ ആക്കി. പിന്നെ നമ്മുടെ ബാക്കിൽ കുറേ ക്രോപ്സും കാര്യങ്ങളൊക്കെ നട്ടു. പിന്നെ ഞാൻ അത് ഹാർവെസ്റ്റ് ചെയ്തിട്ടുണ്ടായി, അതാണ് ബാക്കി ഇത്രയേ ഉള്ളൂ. പിന്നെ നമ്മുടെ ട്രീയും കാര്യങ്ങളും നട്ടിട്ടുണ്ടായി, അതും വളർന്നു. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ട്രീ ഇപ്പോൾ ഇത്രയേ ഉള്ളൂ, ഇവിടെ ഗ്യാപ്പില്ല. അപ്പോൾ അത് വളരണത് കുറച്ചാണ് നമ്മുടെ ഇതിൽ. പിന്നെ കഴിച്ച് ഞാൻ ഇത് ഇപ്പോൾ കാണുമ്പോൾ നല്ല മാറ്റം ഉണ്ടാവും. അപ്പോൾ ഞാൻ ഇവിടെ ഉണ്ടായിരുന്ന ആ മലയൊക്കെ ഒന്ന് നിരത്തി ആ ഇപ്പം സ്പൈക്സൊക്കെ ഇങ്ങനെ നിരത്തി ഇപ്പം ഇതുപോലെ ആക്കി. പിന്നെ അടിയിലോട്ട് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, ഇവിടേക്ക് കുറച്ച് സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ വെച്ചു. നമ്മുടെ സ്മൂത്ത് ആവാൻ വേണ്ടി, ട്രാവലിങ് സ്മൂത്ത് ആവാൻ വേണ്ടി ഓരോ സ്റ്റെപ്പിലും ഇങ്ങനെ ഇത് വെച്ചിട്ടുണ്ടായി, സ്ലാബ് വെച്ചു. അപ്പോൾ പിന്നെ സ്പീഡിൽ നമുക്ക് മുകളിലേക്കൊക്കെ കയറാം. അപ്പോൾ അതൊരു കാര്യമാണ്. നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ എന്ന് പറഞ്ഞാൽ ഒരു ട്രീ ഫാം ഉണ്ടാക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തന്നെ മൈൻഡ് ചെയ്യണം, എന്നാൽ ആ ഒരു സ്പേസിലെല്ലാം നടക്കില്ല. അപ്പോൾ ഒരു ട്രീ ഫാമും ഒരു കാര്യം ഞാൻ കാണിച്ചു തരാം കഴിയും. ഈ സീഡ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, വേണമെന്നുള്ളവർക്ക് ചെക്ക് ചെയ്യാം. അപ്പം ഞാൻ എൻ്റെ കയ്യിൽ കണ്ടോ 1 2 3 4 സ്റ്റാക്ക് അയൺ കിട്ടിയിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതിൻ്റെ ഇടയിൽ ഈ ബ്ലോക്സൊക്കെ മൈൻ ചെയ്തതിന് ശേഷം മൈനിങ്ങിന് പോയിണ്ടായി. സമയത്ത് എനിക്ക് അമത്തിസ്റ്റും ഷാർഡും കിട്ടി. ഇത്രയും നിരത്തിയതിൻ്റെ 13 പിക്കാക്സ് കൂട്ടി ഗൈസ്. ഇത് ഇത്രയും മാറ്റിയപ്പോൾ കഴിഞ്ഞ എപ്പിസോഡ് എടുത്ത് നോക്കുമ്പോൾ അറിയാൻ എന്തായിരുന്നു. അപ്പോൾ നമുക്ക് ഇത്രയൊക്കെ ഒബ്സ്റ്റോണും കാര്യങ്ങളും കിട്ടി. നമുക്ക് അത്ര അയൺ കിട്ടിയത് നിങ്ങൾ നോക്കിണ്ടാവില്ല. ഒരു സ്ഥലവും അതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു സ്ഥലത്തും മാത്രമായിട്ടാണ് എനിക്ക് ഇത്രയും കിട്ടിയത്. അപ്പോൾ നിങ്ങളത് വിശ്വസിക്കേണ്ടാവില്ല. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ടിൻ്റെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ 2 ഫോട്ടോ നേരെ കാണും. അപ്പോൾ നിങ്ങളത് കണ്ടു എന്ന് വിചാരിക്കുന്നു. ഇതാണ് എൻ്റെ അയൺ എനിക്ക് കിട്ടിയിട്ടുണ്ട്, അവിടെ നിന്നാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ ഞാനതിൻ്റെ വിശ്വസിക്കാൻ വേണ്ടി ഞാൻ സ്ക്രീൻഷോട്ട് കൂടെ എടുത്ത് വെച്ചിട്ടുണ്ടായി. അപ്പോൾ ഇനി ഞാൻ ആ അയൺ കുറച്ച് സ്മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ട് നമുക്ക് അയൺ ടൂൾസ് ഉണ്ടാക്കാം. എന്തായാലും കുറേ അയൺ ഇരിക്കുമ്പോൾ അയൺ ടൂൾസ് ഉണ്ടാക്കണതിന് ഒരു കുഴപ്പം. പഴയ ടൂൾസ് ആയിരുന്നു എൻ്റെ കുറച്ച് അയൺ ഉണ്ടായിരുന്നു. ഇപ്പം ഇത്ര ഉള്ളതുകൊണ്ട് ഞാൻ വേറെ ഉണ്ടാക്കുന്നില്ല. നമ്മൾ ബാക്കിയാണ് ജസ്റ്റിൽ വെച്ചിട്ടുണ്ട്. നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടണൽ ഉണ്ടാക്കുക, എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് പോയിട്ട് ട്രീ ഫാമും നമുക്കിന്ന് ചെയ്യാനുള്ളത്. അപ്പം ഞാൻ എന്തായാലും ഈ ഒരു ഭാഗം നിരത്തട്ടെ. അപ്പം നിങ്ങൾ അതൊരു ടൈം ലാപ്സ് കണ്ടോ. അപ്പോൾ കഴിച്ച് നമ്മൾ ഇത്ര ആ ഒരു ഡിഗിങ് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്.
നമ്മുടെ ഫാമും കാര്യങ്ങളൊക്കെ ഇനി ഇവിടെ ആയിട്ടാണ് വരാൻ പോകണം. ഈ ഒരു ടണലിൻ്റെ ഉള്ളിലേക്ക് ഇവിടെയൊക്കെ ഒന്ന് സെറ്റാക്കണം. പിന്നെ എൻ്റെ ഒരു അയൺ പിക്കാക്സ് ഞാൻ ഉണ്ടാക്കിയത് പൊട്ടേറ്റ് ചെയ്തു. പിന്നെ 3 സ്റ്റോൺ പിക്കാക്സും പൊട്ടി. ഇത് 4ാമത്തെ ഒരെണ്ണത്തിൻ്റെ ഇത്ര പവറാണ്. അത്രയും കാര്യങ്ങൾ ഉണ്ടായി. ഓക്കെ, അപ്പോൾ നമുക്കിനി നമ്മുടെ ബിൽഡിലേക്ക് കിടക്കുന്നതിന് മുന്നേ ആ മരം കാര്യങ്ങളൊക്കെ ഒന്ന് വെട്ടട്ടെ. വുഡിൻ്റെ ആവശ്യം ഉണ്ടാവും. അപ്പോൾ ഗൈസ് ഞാൻ വീണ്ടും ഗ്യാപ്പും കാര്യങ്ങളൊക്കെ ഇട്ട് നമ്മുടെ ട്രീ ഫാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് വളർന്നാൽ മതിയായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അതിൻ്റെ അടുത്ത വീഡിയോ പെട്ടെന്ന് തന്നെ വരുന്നതാണ്. ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും അടുത്ത എപ്പിസോഡിൽ നേരത്തെ വരുന്ന സ്റ്റേറ്റ് ഉണ്ടായിരിക്കുക. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.